നമസ്കാരം, പോസിറ്റീവ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാർഷിക പ്രൗഢി തിരിച്ചുപിടിക്കാൻ വയനാട് പടിഞ്ഞാറേത്തറ പഞ്ചായത്ത്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സബ്സിഡി നിരക്കിൽ വിത്ത് വിതരണം. കാർഷിക പ്രതിസന്ധിക്ക് പരിഹാരം. ഇടവേള കൃഷിയായി റബ്ബറിനൊപ്പം കാപ്പി കൃഷി. യുവ കർഷകൻ മാതൃകയാകുന്നു. ഫ്രഞ്ചുകാരന്റെ കരവിരുത്തിൽ നെയ്ത്തിന് കട്ടപ്പനയിൽ പുതുജീവൻ. തടിയിൽ നിർമ്മിച്ച തറയിൽ ജർമ്മി നെയ്തെടുത്തത് 1000-ലേറെ പട്ടുവസ്ത്രങ്ങൾ. അധ്വാനത്തിന്റെ വേറിട്ട മാതൃകയുമായി ആട്ടിടയനായ പോലീസുകാരൻ. 8 വർഷത്തിനിടെ ആവശ്യക്കാർക്ക് നൽകിയത് 4000-ൽ പരം നാടനാടുകൾ. വാർത്തകൾ വിശദമായി. കരനെൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പിന്റെ നീക്കത്തിന് സമ്മിശ്ര പ്രതികരണം. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്തിലെയും തരിശു നിലങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളോടനുബന്ധമായുമാണ് പൊതുജന പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു കാലത്ത് കേരളത്തിൽ വ്യാപകമായിരുന്ന കരനെൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷിവകുപ്പ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇല്ലാതായ നെൽവയലുകളും നെൽകൃഷിയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശവും ഇതിന് പുറകിലുണ്ട്. ഉമ, ജ്യോതി, സുവർണ, മോഡൻ, ഹർഷ, വർഷ, ഐശ്വര്യ തുടങ്ങിയ വിത്തിനങ്ങളാണ് കരനെൽ കൃഷിക്കുള്ള വിത്തുകളായി കൃഷിവകുപ്പ് ശുപാർശ ചെയ്യുന്നത്. ചുരുങ്ങിയത് ഓരോ പഞ്ചായത്തിലും 1 ഹെക്ടർ സ്ഥലത്തെങ്കിലും കൃഷി ഇറക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിനായി 1 ഹെക്ടർ സ്ഥലത്തിന് 10,000 രൂപയും കൃഷിക്കാവശ്യമായി വിത്തും കൃഷിവകുപ്പ് നൽകും. താല്പര്യരായ കർഷകരെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ കണ്ടെത്തി എല്ലാവർക്കും കാണുന്ന സ്ഥലത്ത് ഒരു പ്രദർശനത്തോട്ടം എന്ന രീതിക്കാണ് ഇതിനെ നടപ്പിലാക്കുന്നത്. നിലം ഒരുക്കുന്നത് തുടങ്ങി വളമിടുന്നത് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ കൂട്ടത്തിൽ നിന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത് ഒരുമിച്ച് നിന്ന് ചെയ്ത് വിത്ത് വിതയ്ക്കുന്ന ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും തുടർന്നുള്ള പരിപാലനവും എല്ലാം കൃഷിഭവനും കർഷകരും അല്ലെങ്കിൽ സ്ഥാപനവുമായിട്ട് ചേർന്ന് ചെയ്യുന്ന രീതിക്കാണ് നടപ്പിലാക്കുന്നത്. നെൽകൃഷിക്ക് പുറമെ ഓണത്തിന് ഒരു മുറം ജൈവ പച്ചക്കൃഷി എന്ന പദ്ധതിക്കും പഞ്ചായത്തുകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. പരീക്ഷണാർത്ഥം ഓരോ പഞ്ചായത്തുകളിലെയും തരിശു നിലങ്ങളിൽ പൊതുജന പങ്കാളിത്തത്തോടെ കൃഷി ഇറക്കും. കൃഷി വകുപ്പും അതേപോലെ തന്നെ കർഷകരുടെ എല്ലാം പിന്തുണയോടുകൂടി ഈ പദ്ധതി വളരെ ഭംഗിയായി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 10 പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ മാതൃകയാവുന്ന വിധത്തിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 10 പഞ്ചായത്തുകളിലും പദ്ധതി നടപ്പിലാക്കും. ജീവൻ ന്യൂസ്, കോതമംഗലം. റബ്ബർ വിലയിടിവ് മൂലമുണ്ടാകുന്ന കാർഷിക പ്രതിസന്ധിക്ക് പരിഹാരം നിർദ്ദേശിക്കുകയാണ് വയനാട്ടിൽ നിന്നൊരു യുവ കർഷകൻ. ഇടവേള കൃഷിയായി റബ്ബറിനൊപ്പം കാപ്പി കൂടി നടുന്നതോടെ റബ്ബർ കൃഷിയിലെ നഷ്ടത്തെ മറികടക്കാമെന്ന് തെളിയിക്കുന്നതാണ് പുൽപ്പള്ളി കാവളക്കാട്ട് വീട്ടിൽ റോയി ആന്റണിയുടെ കൃഷിത്തോട്ടം. റോയി സെലക്ഷൻ എന്ന പേരിൽ ഇതിനോടകം തന്നെ റോയിയുടെ കാപ്പി തൈകൾ റബ്ബർ കർഷകർക്കിടയിൽ പ്രചാരം നേടിക്കഴിഞ്ഞു. റബ്ബർ ഏകവിളയായി വളർത്തിയെടുത്തതിന്റെ ദോഷങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള കർഷകരുടെ ശ്രമങ്ങൾക്ക് കരുത്തു പകരിയാണ് പുൽപ്പള്ളി കാവളക്കാട്ട് വീട്ടിൽ റോയി ആന്റണി. കഴിഞ്ഞ 7 വർഷമായി റബ്ബറിനൊപ്പം കാപ്പി ഇടവിളയായി വളർത്തി ആദായം നേടി മാതൃകയാവുകയാണ് യുവ കർഷകൻ. തണൽ കൂടുന്നതിനനുസരിച്ച് വളർച്ച കൂടുന്നതാണ് റോയിയുടെ കാപ്പിത്തൈകൾ. അതുകൊണ്ട് തന്നെ റബ്ബർ മരങ്ങൾക്കിടയിൽ വളർത്താൻ അനുയോജ്യം. അറബിക്ക ഇനത്തിൽപ്പെട്ട സെലക്ഷൻ 13 എന്ന ഈ പ്രത്യേക ഇനം കാപ്പിത്തൈകൾ 3 വർഷം കൊണ്ട് കർഷകന് ആദായം നൽകി തുടങ്ങും. 1 ഏക്കറിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 1500 കിലോ മുതൽ 1800 കിലോ വരെ വിളവെടുക്കാം. മറ്റ് ഇനങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തത ഉള്ളതുകൊണ്ട് ഷെയ്ഡുള്ള സ്ഥലങ്ങൾക്ക് യോജിക്കുന്നതായതുകൊണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ വേര് പടലങ്ങൾ തായ്വേര് സംവിധാനമായതുകൊണ്ട് റബ്ബറിന് അത് യാതൊരു തരത്തിൽ ദോഷം ചെയ്യാത്തത് കൊണ്ടുമാണ് ഞാൻ ഇന്ന് റബ്ബറിൽ ഈ തരത്തിലുള്ള കൃഷി വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഇടവിളയായി കാപ്പി കൃഷി ചെയ്താൽ റബ്ബറിന്റെ ഉൽപാദനത്തിന് കുറവ് വരില്ലെന്നും അത് റബ്ബറിന് കൂടുതൽ കരുത്തു പകരുമെന്നുമാണ് റോയിയുടെ കണ്ടെത്തൽ. സെലക്ഷൻ 13 ഇനം കാപ്പിച്ചെടികൾക്ക് ആവശ്യക്കാരേറിയതോടെ റോയി സെലക്ഷൻ എന്ന പേരിൽ നഴ്സറി ആരംഭിച്ചിട്ടുണ്ട്. ജീവൻ ന്യൂസ്, വയനാട്. നിയമപാലനത്തിനൊപ്പം ആടുവളർത്തൽ നടത്തി അധ്വാനത്തിന്റെ വേറിട്ട മാതൃക സമ്മാനിക്കുന്ന ആട്ടിടയനായ പോലീസുകാരനാണ് ആലപ്പുഴ മാരാരിക്കുളം സ്വദേശി എം മനോജ്. AR ക്യാമ്പിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ മനോജ് കഴിഞ്ഞ 8 വർഷക്കാലം 4800-ൽ പരം നാടൻ ഇനത്തിൽപ്പെട്ട ആടുകളെയാണ് ആവശ്യക്കാർക്ക് നൽകിയത്. കുട്ടിക്കാലം മുതൽ തന്നെ കൃഷിയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന മനോജ് 2008 കാലയളവ് മുതലാണ് സ്വന്തമായി ആടുപരിപാലനത്തിന് തുടക്കമിട്ടത്. പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച നാടൻ ഇനത്തിൽപ്പെട്ട 6 ആടുകളുമായിരുന്നു വീട്ടുപരിസരത്തെ തൊഴിൽ സംരംഭത്തിന്റെ ആരംഭം. മലബാറി, ജമുനാപാരി, ബീറ്റൽ, അട്ടപ്പാടി ബ്ലാക്ക് തുടങ്ങിയവയാണ് ഇദ്ദേഹം ഇവിടെ വളർത്തുന്ന ഇനങ്ങൾ. വർഷം തോറും ശരാശരി 60-ൽ പരം ആടുകളെ ഇവിടെ നിന്നും വിൽപ്പന നടത്താറുണ്ട്. 6 മാസം പ്രായമെത്തിയ ആട്ടിൻകുട്ടിക്ക് 4000 രൂപ വരെ വില ലഭിക്കാറുണ്ട്. ആഘോഷ സീസണുകളിൽ ഇറച്ചിയുടെ ആവശ്യത്തിനായും ഇവിടെ നിന്നുള്ള ആടുകളെ തേടി ആവശ്യക്കാരെത്തും. ആട്ടിൻകാഷ്ടം ഉപയോഗിച്ചുള്ള പച്ചക്കറി കൃഷിയും ഏറെ വരുമാനദായകവും ഗുണപ്രദവുമായതായാണ് കർഷക സ്നേഹി കൂടിയായ ഇദ്ദേഹത്തിന്റെ അനുഭവം. ആടാണെങ്കിൽ നമുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ്. സ്ത്രീകൾക്കൊക്കെ വളരെ സുഖമായിട്ട് കൈകാര്യം ചെയ്യാം. അതുപോലെ തന്നെ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായ പാല് കിട്ടും.
ഉദ്ദേശം നമുക്ക് ഇതൊരു സൈഡ് ഇതുപോലെ ആണ് നടത്തുന്നത്. 1 ലക്ഷം രൂപയിലധികം നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് കൃഷിക്ക് ആവശ്യമായ മുഴുവൻ വളം, ഒരു പൈസയ്ക്ക് നമ്മൾ വളം വാങ്ങേണ്ട, കൃഷിക്ക് ആവശ്യമായ മുഴുവൻ വളം നമുക്ക് ലഭിക്കുന്നുണ്ട്. തെങ്ങിനും ചേന, കാച്ചിൽ, ഈ സമയം മഴക്കാലമൊക്കെ ആകുമ്പോൾ ചേന, കാച്ചിൽ മുതലായാണ് കൃഷി ചെയ്യുന്നത്. വേനൽക്കാലത്ത് എല്ലാ പച്ചക്കറി വിളകളും കൃഷി ചെയ്യും. ഇതിനുമെല്ലാം ഈ വളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ നേട്ടം കൂടെ കൂട്ടുവാണെങ്കിൽ നല്ലൊരു നേട്ടമാണ് ആടുവളത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. 1996 കേരള പോലീസ് സേനാംഗമായ ഇദ്ദേഹം ഇപ്പോഴും ജോലി കഴിഞ്ഞ് നഗരത്തിലെ കടകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന പഴത്തൊലികളും പച്ചക്കറി അവശിഷ്ടങ്ങളുമൊക്കെയായാണ് വീട്ടിലേക്ക് എത്താറുള്ളത്. വീട്ടിലെത്തിയാൽ പറമ്പിലെ പുല്ലരിഞ്ഞും പുളിയരിയും കാലിത്തീറ്റയും ഒക്കെ നൽകിയും ആടുകൾക്കൊപ്പം കൂടും. മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ആടുവളർത്തൽ പരിശീലിക്കാനെത്തുന്നവർക്കായി പ്രത്യേക പഠന ക്ലാസുകളും നടത്താറുള്ള ഇദ്ദേഹം പ്രാവുകളടക്കമുള്ള അലങ്കാര പക്ഷികളെയും വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ജീവൻ ന്യൂസ്, ആലപ്പുഴ. കൂട്ടായ യജ്ഞത്തിലൂടെ കാർഷിക പ്രൗഢി തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് വയനാട്ടിലെ പടിഞ്ഞാറേത്തറ പഞ്ചായത്ത്. സബ്സിഡി നിരക്കിൽ നെൽവിത്തുകൾ വിതരണം ചെയ്തും ഭരണസമിതി അംഗങ്ങളെല്ലാം നെൽകൃഷി ചെയ്തുമാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. സംസ്ഥാന ബജറ്റിലെ വിവിധ നിർദ്ദേശങ്ങളും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നുണ്ട്. ഒരു കാലത്ത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാടശേഖരങ്ങൾ ഉണ്ടായിരുന്ന പഞ്ചായത്തായിരുന്നു പടിഞ്ഞാറത്തറ. എന്നാൽ കർഷകർ വിവിധ കാരണങ്ങളാൽ മേഖലയിൽ നിന്നും പിൻവാങ്ങി തുടങ്ങിയതോടെ കൃഷി പേരിന് മാത്രമായി. ഇത് മാറ്റിയെടുത്ത് പഴയ പ്രൗഢി തിരിച്ചുപിടിക്കാനാണ് പഞ്ചായത്തിന്റെ ശ്രമം. സബ്സിഡി നിരക്കിൽ നെൽവിത്തുകൾ നൽകുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. പകുതി നിരക്കിൽ ഏക്കറിന് 30 കിലോ നെൽവിത്ത് നൽകും. ഭരണസമിതി അംഗങ്ങളും മെമ്പർമാരും നെൽകൃഷിക്കായി പാടത്തിറങ്ങും. ആദ്യഘട്ടത്തിൽ എന്ന നിലക്ക് ഒരു ഹെക്ടർ 2.5 ഏക്കർ സ്ഥലത്ത് ഒരു മാതൃക നെൽകൃഷി എന്ന നിലക്ക് പഞ്ചായത്ത് മെമ്പർമാർ തന്നെ നേതൃത്വം കൊടുത്തു. പഞ്ചായത്ത് ഭരണസമിതിയിലെ മുഴുവൻ ആളുകളും അതിൽ പങ്കുചേർന്നുകൊണ്ടിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഞങ്ങൾ ഇതിനൊരു മാതൃക എന്ന നിലക്ക് ആരംഭിക്കാൻ വേണ്ടി ഈ കുപ്പാടത്തറ വില്ലേജിലെ വയലിൽ 5-ാം വാർഡിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ജലസേചനത്തിനും നെല്ല് സംഭരണത്തിനും പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. തരിശായി മാറിയ നെൽവയലുകളെ പൂർണ്ണമായും നെൽകൃഷിയിലേക്ക് തിരികെ എത്തിക്കുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. സംസ്ഥാന ബജറ്റിലെ വിവിധ നിർദ്ദേശങ്ങളും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയാണ്. ജീവൻ ന്യൂസ്, വയനാട്. മലയാളികൾ കൈവിട്ട പരമ്പരാഗത തൊഴിലായ നെയ്ത്തിന് പുതുജീവൻ നൽകുകയാണ് കട്ടപ്പനയിലെ മാതാ അമൃതാനന്ദമയി ആശ്രമത്തിലെ ഒരു വിദേശി. അമ്മ ഭക്തനായ ജെർമിയാണ് തടികൊണ്ട് നിർമ്മിച്ച തറിയിൽ പട്ടുവസ്ത്രങ്ങൾ നെയ്യുന്നത്. ഭാരതീയ സംസ്കാരത്തിൽ ആകൃഷ്ടനായ ജെർമി 3 വർഷങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയിലെത്തിയത്. കാശി, രാമേശ്വരം തുടങ്ങിയ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച ഇദ്ദേഹം അവസാനം കൊല്ലത്തെ വള്ളിക്കാവ് ആശ്രമത്തിൽ എത്തുകയായിരുന്നു. അമ്മയുടെ ഭക്തനായി തീർന്ന ജെർമി ഇനിയുള്ള കാലം സേവനസന്നദ്ധനായി കേരളത്തിൽ കഴിച്ചുകൂട്ടാനും തീരുമാനിച്ചു. തുടർന്ന് കട്ടപ്പന കൊച്ചുതോവാളയിലുള്ള അമൃതാനന്ദമയി ആശ്രമത്തിലേക്ക് തന്റെ പ്രവർത്തനം മാറ്റുകയായിരുന്നു. കൂട്ടിന് പാരമ്പര്യമായി കിട്ടിയ തന്റെ തറിയും. വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ മണ്ണിന്റെ മക്കളുമായും പ്രകൃതിയുമായും ഇണങ്ങിയ ജെർമി താമസിയാതെ തന്റെ പ്രിയതമയായ ബെർമിയെയും ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വസ്ത്രങ്ങൾ നെയ്യുന്നതിൽ അതിസമർത്ഥനായ ഇദ്ദേഹം പട്ടുവസ്ത്രങ്ങളാണ് കൂടുതലും നെയ്യുന്നത്. മനോഹരമായ ഷാൾ ശ്രദ്ധയിൽപ്പെട്ട അമൃതാനന്ദമയി ദേവിയുടെ അഭിനന്ദനമാണ് തനിക്ക് പ്രചോദനമായതെന്ന് ജെർമി പറയുന്നു. The honor to make this prasad. She blesses everything I make. And of course now doesn't interest me to know what they're selling for, but they're selling for a lot more than I used to sell for them in France. She takes them on tour to Europe. At the moment she's in America. She has 20-odd shawls. She will sell them to people, and that money goes to poor people. So I'm at the end of my life, and I'm trying to give back all that I've had. I've had an amazing life, and this seems to be a pretty good way. So this is my donation to Amma. പിന്നീട് ഷാളുകൾ നെയ്യുന്നതിന് വള്ളിക്കാവിൽ നിന്നും പട്ടുനൂലും മറ്റ് സാധനങ്ങളും കൊച്ചുതോവാളയിലേക്ക് എത്തിക്കും. ഇതുപയോഗിച്ച് മനോഹരമായ ഷാളുകൾ നെയ്ത് ജെർമി ആശ്രമത്തിലേക്ക് അയക്കും. ജെർമി നിർമ്മിക്കുന്ന ഷാളുകൾ അമ്മയുടെ വിദേശ പര്യടന സമയത്ത് വിറ്റഴിക്കുകയും ഈ തുക പാവങ്ങളുടെ സേവനത്തിനായി വിനിയോഗിക്കുകയും ചെയ്യും. ജീവൻ ന്യൂസ്, ഇടുക്കി. പോസിറ്റീവ് ന്യൂസിൽ ഒരിടവേള. തൊഴിൽ സംഘാടനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന കോഴിക്കോട് വടകര ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവേശിക്കുന്നു. സൊസൈറ്റിയുടെ IT വിഭാഗമായ ULTSന്റെ നേതൃത്വത്തിൽ നൂതന പഠന രീതികളുമായാണ് ലേണിംഗ് പദ്ധതി ULCCS സജീവമാകുന്നത്.
വിരൽത്തുമ്പിൽ വിവരസാങ്കേതിക വിദ്യ ലഭ്യമായ ഇക്കാലത്ത് ULCCയിൽ പുതിയ പഠന രീതികളിലും പരീക്ഷണ വിജയം കണ്ടു തുടങ്ങി. ഇതിന്റെ ആദ്യ ചുവടുവെപ്പാണ് തൊഴിലാളികളുടെ കൂട്ടായ്മയായ കോഴിക്കോട് വടകര ഊരാളുങ്കൽ സൊസൈറ്റി നൂതന പഠന രീതികളുമായി വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നുവരുന്നത്. സൊസൈറ്റിയുടെ IT വിഭാഗമായ UL ടെക്നോളജി സൊല്യൂഷൻസ് ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ക്വാളിറ്റി ഇല്ല, അല്ലെ ടാലൻ്റ് ഉള്ള ഉദ്യോഗാർത്ഥികളെ കിട്ടാത്ത ഒരവസ്ഥയാണ്. അത്ര ക്വാളിറ്റി ഉള്ള സ്കിൽഡ് ഉള്ള ആൾക്കാരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആദ്യപടി എന്നുള്ള നിലക്കാണ് ഞങ്ങളിങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിൽ ഇത്തരത്തിലുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സ് കൊടുത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് ലേണിംഗ് എന്നുള്ള ഇതിലേക്ക് എത്തിക്കൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് ശാസ്ത്ര വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വെബ്കാസ്റ്റിംഗ് വഴിയാണ് ലേണിംഗ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ആഗോള നിലവാരത്തിലുള്ള അന്തർദേശീയ യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധരും പദ്ധതിയിൽ അണിനിരക്കുന്നുണ്ട്. വിവരസാങ്കേതിക വിദ്യയുടെ എല്ലാ അതിനൂതന വിദ്യയുടെ പുരോഗതി നമ്മുടെ എഡ്യൂക്കേഷൻ രംഗത്തിലൂടെ എങ്ങനെ വിദ്യാർത്ഥികൾക്ക് എത്തിക്കാമെന്നുള്ളതാണ് ഈ പ്രോജക്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ടീച്ചർ ട്രെയിനിങ്ങുകളും അധ്യാപകരെ എങ്ങനെ സജ്ജരാക്കാം, ഇത്തരം സാങ്കേതിക വിദ്യകൾ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഇത്. തുടക്കത്തിൽ സൗജന്യമായി ലഭിക്കുന്ന പദ്ധതി കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നതിനായി ശില്പശാലകളും സംഘടിപ്പിക്കുന്നുണ്ട്. തൊഴിലാളി സംഘാടനത്തിലും മാനുഷിക വിഭവശേഷിയിലും ഐക്യരാഷ്ട്ര സംഘടനയുടെ മികച്ച അഭിപ്രായം നേടിയ ഊരാളുങ്കൽ സൊസൈറ്റി അറിവിന്റെ കേദാരം കൂടിയാകാൻ ഇനി അധികനാൾ വേണ്ടിവരില്ല. അജീഷത്തോളി, ജീവൻ ന്യൂസ്, കോഴിക്കോട്. 2000 വർഷങ്ങൾക്ക് മുൻപ് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്നുവെന്ന് കരുതുന്ന നന്നങ്ങാടി അലനല്ലൂർ പഞ്ചായത്തിലെ നന്നങ്ങാടി കുന്നിൽ നിന്നും കുഴിച്ചെടുത്തു. കേരള സർവകലാശാലയുടെ ചരിത്ര ഗവേഷണ വിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളും ദീർഘനാളത്തെ പരിശ്രമത്തിന് ശേഷം നന്നങ്ങാടി കണ്ടെത്തിയത്. കേരള യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിദ്യാർത്ഥിനി കൂറ്റനാട് സ്വദേശിനി രമ്യയുടെ പ്രൊജക്ടിന്റെ ഭാഗമായാണ് അലനല്ലൂരിലെ നന്നങ്ങാടിക്കുന്ന് ഇവർ ഗവേഷണത്തിന് തിരഞ്ഞെടുത്തത്. അതിനായി മാസങ്ങൾക്ക് മുമ്പ് രമ്യയും സഹപാഠികളും അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെത്തി നന്നങ്ങാടിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നതായി സ്ഥിരം സമിതി ചെയർമാൻ റഷീദാലായൻ പറഞ്ഞു. കുട്ടികളുടെ നിരന്തരമായ ശ്രമഫലമായാണ് ഇവിടെ നിന്നും നന്നങ്ങാടി ലഭിച്ചതെന്നും റഷീദാലായൻ പറഞ്ഞു. റഷീദാലായന്റെ സഹായത്തോടെയാണ് വിദ്യാർത്ഥികൾ നന്നങ്ങാടിക്കുന്നിലെ കുഞ്ഞാലിയുടെ വീടിന് സമീപം ഇത്തരമൊരു നന്നങ്ങാടി ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. തുടർന്ന് ഇവർ നന്നങ്ങാടി കുഴിച്ചെടുക്കുന്നതിന് ഇവരിൽ നിന്നും അനുമതി ലഭിച്ചു. ഏതാണ്ട് 2000 വർഷത്തിലധികം പഴക്കമുണ്ട് കുഴിച്ചെടുത്ത നന്നങ്ങാടിക്കെന്ന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റി അംഗം പ്രൊഫസർ അഭയൻ പറഞ്ഞു. വിശദമായ റിസർച്ച് നവംബറിൽ വീണ്ടും ഇവിടെ എത്തി നടത്തുമെന്നും പ്രൊഫസർ അഭയൻ പറഞ്ഞു. ഇതിന് ഏകദേശം 2000 വർഷം മുതൽ 1000 AD വരെ, ഫസ്റ്റ് സെഞ്ചുറി AD മുതൽ 1000 AD വരെ ഇതിന് ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ എത്ര കൃത്യമായിട്ട് ഇതിൽ ഏത് പീരീഡിലാണെന്ന് ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല. പ്രത്യേകിച്ച് സാമ്പിൾസ് ഒന്നും നമുക്ക് ഡേറ്റ് ചെയ്യാൻ കിട്ടാത്തതുകൊണ്ട് റഫ്ലി ഏകദേശം ഒരു 1000-നും 2000-നും വർഷത്തിനിടയ്ക്കുള്ള ഒരു പഴക്കമുള്ളൊരു സാംസ്കാരിക അവശിഷ്ടമാണ് നമുക്കിവിടെ കിട്ടുന്നത്. വിശദമായ എക്സ്കവേഷൻസ് നമ്മൾ ഈ വരുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ സ്ഥലങ്ങളിൽ. തൻ്റെ പ്രൊജക്റ്റ് കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഈ മേഖലയിൽ കൂടുതൽ റിസർച്ച് നടത്തുമെന്നും ചരിത്ര വിദ്യാർത്ഥിനി രമ്യ പറഞ്ഞു. കുഴിച്ചെടുത്ത നന്നങ്ങാടി തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി. ജീവൻ ന്യൂസ്, പാലക്കാട്. വേരുകളിൽ മനോഹരമായി ശില്പങ്ങൾ തീർത്ത് വിസ്മയിപ്പിക്കുകയാണ് ഫറൂഖ് കാരാട്ട് സ്വദേശി PA ദാസൻ. പെയിന്റിംഗ് തൊഴിലാളിയായ ദാസൻ 30 വർഷത്തിനിടെ 60ഓളം ശില്പങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏത് കമ്പിലും വേരിലും ഒരു ശില്പം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതാണ് പെയിന്റിംഗ് തൊഴിലാളിയായ ഫറൂഖിലെ ദാസന്റെ കാഴ്ചപ്പാട്. 30 വർഷം മുമ്പ് വിറകിനായി കൊണ്ടുവന്ന ഒരു വേരിൽ തുടങ്ങിയതാണ് ദാസന്റെ ശില്പനിർമ്മാണം. ഇപ്പോൾ 60ഓളം ശില്പങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. മുട്ടിന് തേയ്മാനം സംഭവിച്ചതിനാൽ ദാസന് നടക്കാൻ പ്രയാസമുണ്ട്. പുതിയ ശില്പങ്ങളുടെ നിർമ്മാണത്തിന് ഇതും പ്രയാസമാവുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കാരാട്ടങ്ങാടിയിൽ ശില്പങ്ങളുടെ പ്രദർശനവും ദാസൻ സംഘടിപ്പിച്ചിരുന്നു. ശില്പനിർമ്മാണത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേക്കൊന്നും ചിന്തിച്ചില്ല. ഞാൻ വളരെ കാലം മുന്നേ ഒരു തേക്കിൻ്റെ വേര് കിട്ടി. ആ ചെറിയ ആ കൊമ്പ് നിൽക്കണേ, അത് വെറുതെ ഞാൻ ഒന്ന് ചെത്തിക്കുറിപ്പിച്ച് നന്നാക്കി കൊണ്ടുവന്ന് പിന്നെ അതവിടെ ഇട്ട്. രണ്ടാമത് ഒരു പോത്തിൻ്റെ തല പോലത്തെ മാൻ്റെ തല പോലത്തെ തലയുണ്ട്, അത് ഒരു വർഷം കിട്ടി. അങ്ങനെ ഒരു എന്താ പറയുക, ഇതുണ്ടാക്കണമെന്നൊരു ചിന്തയൊന്നുമില്ല. അങ്ങനെ ഒരു 10, 24, 25 കൊല്ലത്തോളം ഇത് വീടിൻ്റെ മുക്കും മൂലയിലൊക്കെ കിടന്ന്. ശില്പനിർമ്മാണത്തിനാവശ്യമായ ഉപകരണങ്ങളൊന്നും ദാസന്റെ കയ്യിലില്ല. എങ്കിലും മഴവും മുള്ളരവും മറ്റും ഉപയോഗിച്ചാണ് നിർമ്മാണം. തന്റെ ശില്പങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ പോലും ഇപ്പോൾ ദാസന് കഴിയുന്നില്ല. ഒപ്പം സാമ്പത്തിക പ്രതിസന്ധികളും. അതിനാൽ ശില്പങ്ങൾ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുകയാണ് ദാസൻ. ജീവൻ തുടിക്കുന്ന തന്റെ വേരുശില്പങ്ങൾ വാങ്ങാൻ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയാണ് ഇദ്ദേഹത്തിന്. ഷിനിത് രാജ്, ജീവൻ ന്യൂസ്, കോഴിക്കോട്.
കയ്യിൽ കിട്ടുന്നതെന്തിലും കരവിരുത് തെളിയിക്കുന്ന കോതമംഗലം ചെറുവട്ടൂർ സ്വദേശി രവീന്ദ്രൻ ശ്രദ്ധേയനാകുന്നു. മുളയും പ്ലാസ്റ്റിക്കും പാഴ്വസ്തുക്കളുമെല്ലാം രവീന്ദ്രന്റെ കരവിരുതിൽ ആരെയും അതിശയിപ്പിക്കുന്ന ശില്പങ്ങളായി മാറും. ഉപയോഗമില്ലാതെ കിടക്കുന്ന പാഴ്വസ്തുക്കളിൽ പോലും ചിത്രങ്ങളും ശില്പങ്ങളും കാണാൻ കഴിയുന്ന പ്രാഗൽഭ്യമാണ് കോതമംഗലം ചെറുവട്ടൂർ സ്വദേശി ചെങ്ങനാട്ടെ രവീന്ദ്രനെ വ്യത്യസ്തനാക്കുന്നത്. മുളയിൽ തീർത്ത വ്യത്യസ്ത അളവിലുള്ള ഇടംപരി വലംപരി ശംഖുകൾ, ചിരട്ടയിൽ നിർമ്മിച്ച പാത്രങ്ങൾ, കമ്പിയും പ്ലാസ്റ്റിക്കും കൊണ്ട് നിർമ്മിച്ച മാൻരൂപം, ഒരാൾ പൊക്കത്തിൽ ഈറ്റ കൊണ്ട് നിർമ്മിച്ച നിലവിളക്ക് തുടങ്ങി കണ്ണിന് കുളിർമയേകുന്ന കരകൗശല വസ്തുക്കളാണ് രവീന്ദ്രന്റെ വീട്ടുമുറ്റത്തെ പണിശാലയിൽ നിന്നും പിറവിയെടുക്കുന്നത്. ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കളിയായി തുടങ്ങിയത് അല്പം കാര്യമായി എടുത്തപ്പോൾ കയ്യിൽ കിട്ടുന്നത് എന്തും രവീന്ദ്രന്റെ കരവിരുതിൽ മനോഹര ശില്പങ്ങളായി മാറി. എൻ്റെ ഒരു കഴിവ്, ഇങ്ങനെ ഒരു കഴിവുള്ള ഒരാളാണ് എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യാം അങ്ങനത്തെ ചെയ്ത് ചെയ്യുന്ന പറയുന്നവരടുത്ത് പോയിട്ടില്ല, ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പരമ്പരാഗത ഈറ്റവെട്ട് തൊഴിലാളികളായിരുന്ന രവീന്ദ്രനും കുടുംബവും കുലത്തൊഴിൽ ഇല്ലാതായതോടെ ഇതര ജോലികളെ ആശ്രയിക്കുകയായിരുന്നു. ഭാര്യയും അമ്മയും 3 മക്കളുമായി ചെറുവട്ടൂരിലെ 5 സെന്റ് സ്ഥലത്തെ കൊച്ചുവീട്ടിൽ കഴിയുമ്പോഴും കൂട്ടായുള്ളത് രവീന്ദ്രന്റെ കരസ്പർശമേറ്റ കരകൗശല വസ്തുക്കൾ മാത്രം. പ്രശസ്തിയോ അംഗീകാരങ്ങളോ ഒന്നും തന്നെ രവീന്ദ്രൻ ആഗ്രഹിക്കുന്നില്ല. കയ്യിൽ എന്ത് കിട്ടിയാലും അത് രവീന്ദ്രന്റെ കരവിരുതിൽ മനോഹര ചിത്രങ്ങളോ ശില്പങ്ങളോ ആയി മാറും. രവീന്ദ്രന്റെ പണിപ്പുരയിൽ നിന്നും ക്യാമറമാൻ നിസാറിനൊപ്പം സിജോ വർഗീസ്, ജീവൻ ന്യൂസ്. പോസിറ്റീവ് ന്യൂസിൽ ഒരിടവേള. പോസിറ്റീവ് ന്യൂസ് തുടരുന്നു. സ്നേഹകാരുണ്യങ്ങളുടെ പുതിയ ചരിത്രം കുറിക്കുകയാണ് ഒരു കൂട്ടം ബസ് ജീവനക്കാരും ഉടമകളും. 30 ബസ്സുകളുടെ ഒരു ദിവസത്തെ വരുമാനവും ജീവനക്കാരുടെ വേതനവും വൃക്ക തകരാറിലായ ഒരു യുവാവിന്റെ ചികിത്സയ്ക്കായി നൽകുകയാണ് ഈ സുമനസ്സുകൾ. ജൂലൈ 1-ാം തീയതി പുലർച്ചെ 5 മണി മുതൽ രാത്രി 10 മണി വരെ തൃശൂർ മാതാമംഗലം റൂട്ടിലോടിയ 30 ബസ്സുകളിലും കണ്ടക്ടർമാർ ടിക്കറ്റ് നൽകിയില്ല. പകരം അവർ ഒരു ബാഡ്ജ് ധരിച്ച് ബക്കറ്റുമായി യാത്രക്കാരെ സമീപിച്ചു. വെട്ടുകാട് സ്വദേശിയായ കുന്നമ്പത്ത് സേതുമാധവൻ എന്ന ചെറുപ്പക്കാരൻ്റെ കിഡ്നി മാറ്റിവെക്കുന്നതിനായുള്ള സഹായം അഭ്യർത്ഥിച്ചു. യാത്രക്കാരും ജനങ്ങളും കണക്ക് ചോദിക്കാതെ ആവോളം നൽകി. കണ്ടക്ടറും ഡ്രൈവറും ക്ലീനറുമെല്ലാം അവരുടെ കൂലി കൂടി നൽകി. സംഘാടക സമിതിയിലെ ചെറുപ്പക്കാർ 30 ബസ്സുകളിലും സഹായത്തിനുണ്ടായിരുന്നു. നാട്ടുകാർക്ക് ഈ ആളുടെ ഒരു നിർഭാഗ്യം കണ്ടുകൊണ്ട് നാട്ടുകാർ ജാതി മതം ഒന്നുമില്ലാതെ ഇത് ആളുടെ ജീവൻ നിലനിർത്തണം. അത് ഒരു 5 സെൻറ്റ് ഭൂമിയോ കിടപ്പാടോ ഒന്നുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ, 42 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടുകാർ ഒന്നിച്ച്. വൃക്കരോഗത്തിന് 6 വർഷമായി ഡയാലിസിസ് നടത്തുന്ന സേതുമാധവൻ 8ാം ക്ലാസ്സുകാരിയായ മകൾക്കും ഭാര്യയ്ക്കുമൊപ്പം വാടക വീട്ടിലാണ് താമസം. ഇത്രകാലം ചികിത്സിക്കാനായത് തന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയുടെ അളവറ്റ കാരുണ്യം കൊണ്ടാണ്. സേതുമാധവനായി രാഷ്ട്രീയ ജാതിമത ഭേദങ്ങൾ മാറ്റിവെച്ചാണ് നാട്ടുകാർ ഒന്നിച്ചത്. കാരുണ്യത്തിന്റെ ഈ ബസ്സോട്ടത്തിലൂടെ 5 ലക്ഷം രൂപയെങ്കിലും സമാഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഒരു നാട് മുഴുവൻ ഈ 42-കാരൻ്റെ ആരോഗ്യത്തിനായി പ്രയത്നിക്കുമ്പോൾ മറ്റു വേർതിരിവുകളെല്ലാം വിസ്മരിക്കപ്പെടുകയാണ്. സേതുമാധവന്റെ ചികിത്സയ്ക്കായി 2 തവണ സംഘാടക സമിതി രൂപീകരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ജീവനെടുക്കുന്ന ബസ്സോട്ടങ്ങളുടെ കഥകൾ ഏറെ കേട്ടവർക്ക് ഈ കാരുണ്യത്തിന്റെ ബസ്സോട്ടം കൗതുകമാകാം. ജീവൻ ന്യൂസ്, തൃശൂർ. കേരളത്തിലെ ഏക ആന പുനരധിവാസ കേന്ദ്രമായ കോട്ടൂരിലെ കാപ്പുകാട് ആന വളർത്തൽ കേന്ദ്രം സഞ്ചാരികളുടെ ഇഷ്ടവിനോദസഞ്ചാര കേന്ദ്രമാകുന്നു. പ്രതിവർഷം 1 ലക്ഷത്തോളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഇവിടെ ആനകളോട് അടുത്തിടപഴകാൻ കഴിയുന്നു എന്നതാണ് പ്രത്യേകത. ആനകളുടെ നീരാട്ട്, ഭക്ഷണം, അങ്ങനെ കൗതുകം നിറഞ്ഞ കാഴ്ചകൾ അടുത്ത് കാണാനും അറിയാനും കഴിയുന്നു എന്നുള്ളതാണ് കോട്ടൂർ ആന വളർത്തൽ കേന്ദ്രത്തിൻ്റെ പ്രത്യേകത. ഇത് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ പാക്കേജുകളാണ് വനം വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. 2006-ൽ ആന പുനരധിവാസ കേന്ദ്രമായി പ്രഖ്യാപിച്ച ഇവിടം ഇന്ന് സമീപവാസികളുടെ ഉപജീവന മാർഗവും സഞ്ചാരികളുടെ സ്വർഗവുമാണ്. ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് കാട്ടിലൂടെ ആനപ്പുറത്ത് സവാരി നടത്താനും ആനകളോട് അടുത്ത് ഇടപഴകാനുമാകും. ആനക്കമ്പം കയറി ഒരിക്കൽ വന്നവർ വീണ്ടും വീണ്ടും ഇവിടെ എത്തുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. കുട്ടിക്കൊമ്പന്റെ കുറുമ്പ് കണ്ടാൽ ഇവിടുന്ന് പോകാനേ തോന്നില്ല. നമുക്ക് ആന എന്ന് പറയുന്നൊരു കൗതുകമായ ജീവിയാണല്ലോ. അപ്പോൾ അതിനെ അടുത്തറിയാന്നുള്ള സംവിധാനം. അതോടൊപ്പം തന്നെ കേരളത്തിൽ തന്നെ ആനയെ ചെയിൻ ഫ്രീ ആയിട്ട് വിടുന്ന ഒരേ ഒരു സ്ഥലം
നമ്മുടെ ഈ എക്കോ ടൂറിസം സെൻ്ററാണ്. അപ്പോൾ അത് ആന വനത്തിൽ നിൽക്കുന്നത് ലൈവായിട്ട് നമുക്ക് വരുന്ന സന്ദർശകർക്ക് നമ്മുടെ ഇവിടെ കാണാൻ കഴിയും. 12 ആനകളാണ് ഇവിടെയുള്ളത്. കോട്ടൂർ എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിക്കാണ് പുനരധിവാസ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പ് ചുമതല. വെറും 3 മാസം മാത്രം പ്രായമുള്ള അർജുൻ എന്ന ആനക്കുട്ടിയും 68 വയസ്സുവരെ പ്രായമുള്ള മണിയൻ എന്ന കൊമ്പനാനയും ഇവിടുത്തെ അന്തേവാസികളാണ്. ദിനവും 100 കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നും ക്യാമറാമാൻ വിനോദ് അഭിരാമിക്കൊപ്പം ബിജു തയ്യാർ, ജീവൻ ന്യൂസ്. അടച്ചുറപ്പില്ലാത്ത വീട്ടിലെ ദേവകി അമ്മയുടെയും കുടുംബത്തിൻ്റെയും ദുരിത ജീവിതത്തിന് അറുതി വരുത്തി അധികൃതരെത്തി. കോതമംഗലം MLA ആന്റണി ജോണും ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരും ദേവകി അമ്മയുടെ വീട്ടിൽ നേരിട്ടെത്തിയാണ് സഹായ സഹകരണങ്ങൾ ഉറപ്പാക്കിയത്. ജീവൻ വാർത്തയെ തുടർന്നാണ് നടപടി. അടച്ചുറപ്പില്ലാത്ത 4 ചുവരുകൾക്കിടയിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന കോതമംഗലം ആയക്കാട് സ്വദേശിനി ചരൽമാലിൽ വീട്ടിൽ ദേവകിയമ്മയുടെയും കുടുംബത്തിന്റെയും ദുരിതകഥ ജീവൻ ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. ആധികാരിക രേഖകളോ പെൻഷനോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ ബുദ്ധിമാന്ദ്യമുള്ള മകൾക്കും രോഗിയായ ഭർത്താവിനൊപ്പം കഴിയുന്ന ദേവകിയമ്മയെ കാണാൻ എത്തേണ്ടവർ നേരിട്ടെത്തി. കോതമംഗലം MLA ആന്റണി ജോണിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളടങ്ങുന്ന സംഘമാണ് ദേവകിയമ്മയുടെ വീട്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. അടിയന്തര പ്രാധാന്യത്തോടെ ശൗചാലയവും കിണറും നിർമ്മിച്ചു നൽകാനും ശോച്യാവസ്ഥയിലുള്ള വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും തീരുമാനമായി. ദേവകിയമ്മയ്ക്കും ഭർത്താവ് കൊച്ചയ്യപ്പനും പെൻഷൻ ലഭ്യമാക്കാനുള്ള അടിയന്തര നടപടികളും സ്വീകരിച്ചു. ഈ ദുരിത ജീവിതം ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ജീവൻ TV-യിലൂടെയാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കാണുമ്പോൾ വളരെ ദുരിതപൂർവമായൊരു ജീവിതമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിയന്തര തീരുമാനം കാലതാമസം കൂടാതെ എടുക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ജീവൻ TVയുടെ പങ്ക് വ്യക്തമാക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടിയായി ദേവകിയമ്മയുടെ കഥ. അറിയേണ്ടവരെ എല്ലാം അറിയിച്ച ജീവൻ TVയോടുള്ള കടപ്പാടും ദേവകിയമ്മ മറച്ചുവെച്ചില്ല. ജീവൻ TV ഞങ്ങൾക്ക് ഒരുപാട് കടപ്പെട്ട, ഞങ്ങൾക്ക് ഒരുപാട് നന്ദി ഞങ്ങൾക്ക് ഉണ്ട്. ഒടുവിൽ നിറഞ്ഞ മനസ്സോടെയാണ് അവർ ഞങ്ങളെ യാത്രയാക്കിയത്. ക്യാമറമാൻ നിസാറിനൊപ്പം സിജോ വർഗീസ്, ജീവൻ ന്യൂസ്. കാറുകൾക്കുള്ള 6 സ്ട്രോക്ക് രൂപകൽപ്പന ചെയ്ത് പേറ്റന്റിനായി സമർപ്പിച്ചിരിക്കുകയാണ് തൃശൂർ സ്വദേശി സാവിയോ. കംപ്രസ്ഡ് എയറും പെട്രോളും ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഈ എഞ്ചിൻ വാഹനങ്ങൾക്ക് കൂടുതൽ മൈലേജും പവറും നൽകുമെന്നാണ് സാവിയോയുടെ കണ്ടെത്തൽ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ തൃശൂർ പെരിങ്ങാവ് സ്വദേശി സാവിയോയ്ക്ക് എന്നും വാഹനങ്ങളും എഞ്ചിനുകളും ഹരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പഠനത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച 6 സ്ട്രോക്ക് എഞ്ചിൻ പഠനം പൂർത്തിയാക്കിയിട്ടും കൂടെ കൊണ്ടുപോകുന്നത്. ഈ 6 സ്ട്രോക്ക് എഞ്ചിനിൽ കംപ്രസ്ഡ് എയറും പെട്രോളും ഒരുമിച്ച് ഉപയോഗിച്ചാൽ മികച്ച പ്രതികരണം ലഭിക്കുമെന്നാണ് സാവിയോയുടെ കണ്ടെത്തൽ. എഞ്ചിൻ കപ്പാസിറ്റി കൂടുമ്പോൾ മൈലേജ് കുറയുന്നുവെന്ന സ്വാഭാവിക രീതിക്ക് വിരുദ്ധമായി പവറും മൈലേജും ഇതുപയോഗിച്ചാൽ വർദ്ധിക്കും. കണ്ടുപിടുത്തത്തിൻ്റെ പാറ്റന്റിനായി അപേക്ഷിച്ചിരിക്കുകയാണ് സാവിയോ. 6 സ്ട്രോക്ക് എഞ്ചിൻ മുൻപും വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും കംപ്രസ്ഡ് എയറും പെട്രോളും ഉപയോഗിച്ചുള്ള രൂപകൽപ്പന ആദ്യമാണ്. അതുപോലെ തന്നെ 1 ലിറ്റർ പെട്രോളിന് ഒരു ആവറേജ് നമുക്ക് മൈലേജ് കിട്ടുന്നത് 20 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ 6 സ്ട്രോക്ക് വിത്ത് കംപ്രസ്ഡ് എയർ വരുന്നത്. അത് വന്നു കഴിയുമ്പോഴത്തേക്കും മൈലേജ്, അതായത് 1 ലിറ്റർ പെട്രോളും പിന്നെ ഒരു ഫുൾ ടാങ്ക് കംപ്രസ്ഡ് എയറുടെ ഇതും അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി അറൗണ്ട് 200 കിലോമീറ്റേഴ്സിൻ്റെ മേലിൽ പോകും. 230 റുപ്പീസിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന മൈലേജ് അറൗണ്ട് 200 ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപയ്ക്ക് 1 കിലോമീറ്റർ നമുക്ക് പോകാൻ പറ്റും. സാധാരണ ഒരു വണ്ടി നമ്മൾ പെട്രോൾ മാത്രമാണെങ്കിൽ അതിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്റർ പോകാൻ നമുക്ക് അറൗണ്ട് 5 റുപ്പീസ് ചിലവ് വരും. കാപ്സ് എന്ന് നാമകരണം ചെയ്ത ഈ എഞ്ചിൻ പൂർണ്ണമായും വ്യാവസായിക അടിസ്ഥാനത്തിൽ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഈ യുവ എഞ്ചിനീയർ. പെട്രോളിലും ഡീസലിലും പ്രവർത്തിക്കുന്ന എഞ്ചിന് ചൂടും ഭാരവും കുറവാണ്. മാത്രമല്ല മറ്റ് ഇന്ധനങ്ങളെ അപേക്ഷിച്ച് മലിനീകരണവും വളരെ കുറവാണ്. എയർപോർട്ടിലെ എമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായ ജോജോവിൻ്റെയും സെൻട്രൽ എക്സൈസ് ഉദ്യോഗസ്ഥയായ ഷെമ്മിയുടെയും മകനാണ് സാവിയോ. ജീവൻ ന്യൂസ്, തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക പ്രൗഢി തിരിച്ചുപിടിക്കാൻ വയനാട് പടിഞ്ഞാറേത്തറ പഞ്ചായത്ത്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സബ്സിഡി നിരക്കിൽ വിത്ത് വിതരണം. കാർഷിക പ്രതിസന്ധിക്ക് പരിഹാരം. ഇടവേള കൃഷിയായി റബ്ബറിനൊപ്പം കാപ്പി കൃഷി. യുവ കർഷകൻ മാതൃകയാകുന്നു. ഫ്രഞ്ചുകാരന്റെ കരവിരുത്തിൽ നെയ്ത്തിന് കട്ടപ്പനയിൽ പുതുജീവൻ. തടിയിൽ നിർമ്മിച്ച തറയിൽ ജർമ്മി നെയ്തെടുത്തത് 1000-ലേറെ പട്ടുവസ്ത്രങ്ങൾ. അധ്വാനത്തിന്റെ വേറിട്ട മാതൃകയുമായി ആട്ടിടയനായ പോലീസുകാരൻ. 8 വർഷത്തിനിടെ ആവശ്യക്കാർക്ക് നൽകിയത് 4000-ൽ പരം നാടനാടുകൾ. പോസിറ്റീവ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.